ആരെങ്കിലും ചെയ്താലേ നമ്മുടെ പോലീസിന് എന്താ ചെയ്യാൻ പറ്റുക ശരിക്കും? Generally, madamത്തിന് indirectly incidents we were discussing about golden hour that is actually exists. So ഈ 1930 എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ പിന്നിൽ നടത്തുന്ന പ്രക്രിയ ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മൾ ആരെങ്കിലും 30-90 റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താ ചെയ്യുന്ന വെച്ചാൽ ഫിനാൻഷ്യൽ ട്രയൽ ഇറ്റ് വിൽ എസ്റ്റാബ്ലിഷ്. ഒരു 50,000 രൂപ മറ്റേ അക്കൗണ്ടിലോട്ടേക്ക് സെക്കൻഡ് ലെയർ അക്കൗണ്ടിലോട്ടേക്ക് പോയി തേർഡ് ലെയർ അതങ്ങനെ എത്ര ലെയറിലാണോ അവസാനം കിടക്കുന്നത് അൺലെസ് ഇറ്റ് ഈസ് വിഡ്രോൺ അതുവരെ ഫ്രീസ് ആയിട്ട് കിടക്കും. ദെൻ ദർ ഈസ് എൻ SOP റൈറ്റ് നൗ. നമ്മൾ കോടതി മുഖാന്തരം പൈസ നമുക്ക് തിരിച്ചു കിട്ടാനും ഇറ്റ്സ് ഗോയിങ് ഓൺ റൈറ്റ് നൗ. സോ സെൽഫ് റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ഈ 1930 അല്ല അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ 1930 വിളിക്കുന്നു എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് കൂടാതെ അതേ പറഞ്ഞാൽ പെട്ടെന്നൊരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക അല്ലെ എന്താണ് എളുപ്പത്തിൽ നമ്മുടെ ഈ ഗോൾഡൻ ടൈം അല്ലെ ഗോൾഡൻ അവർ നഷ്ടപ്പെടാതിരിക്കാൻ എളുപ്പത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ വിൽ ടേക്ക് ടൈം. ബട്ട് ഇനീഷ്യൽ തിങ് ഈസ് ഫ്രീസിങ് ദാറ്റ് എമൗണ്ട്. ആ എമൗണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാനലിലോട്ട് വന്നാൽ ദാറ്റ് ഈസ് ഈസി ടു കൺവേർട്ട്. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് വാങ്ങിക്കാം, എന്തെങ്കിലും ഈവൻ ദാറ്റ് എമൗണ്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രഗ്സ് വാങ്ങിക്കാനോ ഗണ്ണ് വാങ്ങിക്കാനോ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് USDT ക്രിപ്റ്റോ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് വി ക്യാൻ വിഡ്രോ ഫ്രം ATM. അപ്പോൾ ഈ 600 അക്കൗണ്ട്സ് എന്ന് പറഞ്ഞത് ഇതിൽ ബി ഡിഫറെന്റ് ലെയേഴ്സ്, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ലെയേഴ്സിലോട്ടേക്ക് പെട്ടെന്ന് തന്നെ പോകും. ഇതിൽ ബി മൈന്യൂട്ട് സെക്കൻഡ്സിമേ പോയിക്കൊണ്ടിരിക്കും. സോ വെൻ വി റിപ്പോർട്ട് ഇനീഷ്യലി ഇറ്റ് വിൽ ഫ്രീസ് ദർ ആൻഡ് ദെറ്റ് സെൽഫ്. ദെൻ കംപ്ലൈന്റ് 1930 വരും. ഞങ്ങളത് SOP പ്രകാരമുള്ള റിപ്പോർട്ട് കോടതി കൊടുക്കും. കോടതി കൺസേൺ ആയിട്ട് ബാങ്ക് മാനേജർ റിപ്പോർട്ട് ചോദിക്കും. ബാങ്ക് മാനേജർ ആ അക്കൗണ്ടിൽ ഉള്ളതായിട്ട് പറയും. കോടതി റിലീസിംഗ് ഓർഡർ തരും. വി വിൽ പൈസ കിട്ടും. അറൌണ്ട് 30-35% ഓഫ് എമൗണ്ട് ഹാസ് ബീൻ റിട്രീവ്ഡ് ലൈക്ക് വൈസ്. ഇത് ചെയ്യാതെ ചിലപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഗോൺ ഔട്ട്. മാത്രം അതായത് ഈ 1930 ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ 24/7 കൺട്രോൾ റൂം. എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസിൻ്റെ സംവിധാനമാണ്. നാഷണൽ ലെവലിൽ അതുകൊണ്ട് അവർക്ക് എല്ലാ ബാങ്കുകൾക്കും ഇതേപോലെ 24/7 ഒരു മോണിറ്ററിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഏത് ബാങ്കിലാണ് ആദ്യം ഈ പൈസ എത്തുന്നതോ അവർക്കുള്ള മെസ്സേജ് ഈ പോലീസ് കൺട്രോൾ റൂം വിൽ സെൻഡ് ടു ദാറ്റ് ബാങ്ക് 24/7 ഷിഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ആ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനകത്ത് ഫ്രീസ് ചെയ്യും. ദേ വിൽ ഫ്രീസ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദാറ്റ് അക്കൗണ്ട്. അതിന് ഹോൾഡ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഈ പ്രക്രിയ അപ്പം അത് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഈ പൈസ കാരണം ഇപ്പം ആലോചിച്ച് നോക്കുക ATM വഴി എടുക്കാനാണെങ്കിലും അരമണിക്കൂർ 3/4 മണിക്കൂർ വേണ്ടേ? അഥവാ ഇവരെ ATMൻ്റെ പുറത്ത് തയ്യാറാക്കി നിർത്തിയിരുന്നാൽ പോലും ചിലപ്പോൾ ആ ATM വർക്ക് ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനുള്ള റിക്കവറിക്കുള്ള സാധ്യത നമ്മുടെ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുണ്ട്. ഓക്കെ ഡോക്ടർ അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ, നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പറയാത്ത രീതിയിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ടാവും. അപ്പോൾ ഇത് താങ്കളൊരു ജനറൽ ഇപ്പം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അവർക്ക് കുറച്ചുകൂടി ഒരു ഇത് അറിയാത്തവർക്ക് കുറച്ചുകൂടി ഒരു ബോധം ഉണ്ടാകാനും അവരിതിൽ നിന്ന് മാറാനും അഥവാ ഇങ്ങനൊരു ഇൻസിഡന്റിൽ പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടാനും അതിനെക്കുറിച്ച് താങ്കൾ എന്താ പറയുക? എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇതേപോലത്തുള്ള പണം നഷ്ടപ്പെടുന്ന കേസുകളിൽ മിക്കതും ബാങ്കുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും എല്ലാവരും വിക്ടിംസിനെ മാത്രമാണ് കുറ്റപ്പെടുത്താറ്. പലപ്പോഴും ഏത് കേസ് എടുത്താലും ഈവൻ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എപ്പോഴും പറയുന്നത് നിങ്ങൾ ചെയ്തു പോയതാണ്, ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. ആ ഒരു കുറ്റപ്പെടുത്തൽ എപ്പോഴും ഉണ്ട്. അപ്പൊ ഈ ബാങ്കിന് പറയാൻ കാരണം പലപ്പോഴും ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ നമ്മളുടെ വിളിച്ചതിന് ശേഷം ATMന്റെ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാർ നമ്പറും പാൻ നമ്പറും അടക്കം പറയുന്നുണ്ട്. ബാങ്കിന് ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട ഇത്തരം വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? അത് ശരിക്കും ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം പലപ്പോഴും ഇത്തരം വിവരങ്ങൾ ബാങ്ക് സൂക്ഷിക്കേണ്ടത് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ ചുമതലയാണ്. ഈ ഡീറ്റെയിൽസ് പുറത്തു പോകുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് വരുന്ന കോളുകൾ നമ്മൾ വിശ്വസിക്കും ഇത് ബാങ്കിൽ നിന്ന് വന്ന കോളാണ്. അങ്ങനെ വരുന്നത് ആണ് ഭൂരിഭാഗം ആളുകൾ. ഹാക്കിംഗ് പോലുള്ള പ്രോസസ്സിൽ പല രഹസ്യങ്ങളും അവർക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല. അത് ഒരു കാര്യമുണ്ട്. ഇപ്പോ CBI ആണെങ്കിലും നാഷണൽ ഏജൻസീസ് ആണെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.